മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ശക്തമായ ഒരു കമന്റ് ഒരാൾ ഇന്നലെ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. ചോദിച്ച ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഉത്തരം പറയാതെ അതും ഇതും പറയുന്നതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾക്കെതിരെ തൊടുത്തുവിട്ട ചോദ്യത്തിന് ഉത്തരം പറയണം. ഒരു മഹായുക്തിവാദിയുടെ ശിഷ്യനാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ചുവട്ടിൽ എഴുതി, ഒരാളും അറിയപ്പെടാതെ ഒരു മൂലയ്ക്ക് ഇരുന്നുകൊണ്ട് നിരന്തരം കുരച്ചുകൊണ്ടിരിക്കുന്ന ഈ നാടിനോ സംസ്കാരത്തിനോ സമൂഹത്തിനോ ഒരു പ്രയോജനവുമില്ലാതെ കുറേ ചിന്താധാരകൾ വെച്ചുകൊണ്ട് അത് തന്നെയാണ് ജീവിതം എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തിയെ, അല്ലെങ്കിൽ ആ വ്യക്തി പറയുന്നതിനെ ഞാൻ ഏറ്റുപറഞ്ഞ് മറുപടി കൊടുത്ത് അയാളെ ഞാനെന്തിനാ ലോകപ്രസിദ്ധനാക്കുന്നത്? അയാളുടെ പേരും അല്ലെങ്കിൽ അയാൾ പറഞ്ഞതിന് മറുപടി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനതയ്ക്ക് ഇയാൾ ആരാണെന്ന് അറിയാൻ ഞാനെന്തിനാ അവസരം കൊടുക്കുന്നത്? വിമർശിച്ചും എതിർത്തും ചിലരെ മഹാന്മാരാക്കാറുണ്ട്. അസ്ഥാനത്ത് ഉദ്ധരിക്കുന്ന ഒരു കൊട്ടേഷൻ ആണെങ്കിലും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചാണ് ഭാരതത്തിൽ ശ്രീ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി വന്നത് എന്ന് ഉറപ്പിച്ച് 100 പ്രാവശ്യം പറയാൻ അഭിമാനമുള്ള വ്യക്തിയാണ് ഗോപാലകൃഷ്ണൻ. പക്ഷെ ആ ശ്രീ നരേന്ദ്രമോദി ആ സ്ഥാനത്തിരുത്തിയത് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ വിമർശിച്ച് നരബോധി, നരാധമൻ എന്നൊക്കെ കമാലുദ്ദീൻ എന്ന സിനിമാ നിർമ്മാതാവ് കമൽ എന്ന് പറയുമ്പോൾ ഹിന്ദു എന്ന് തോന്നും, കമാലുദ്ദീൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആരാന്ന് മനസ്സിലാവും. അങ്ങനെ പറഞ്ഞ് അവഹേളിച്ച് ഗുജറാത്തിലെ കലാപത്തിൻ്റെ പേരിൽ അമേരിക്കയിലേക്കുള്ള യാത്ര പോലും കോൺഗ്രസിൻ്റെ റിക്വസ്റ്റ് പ്രകാരം വിസ കൊടുക്കാതെ അത്രയ്ക്കും നരകയാതന മാനസികമായിട്ട് അനുഭവിപ്പിച്ച വ്യക്തിയെ വിമർശിച്ച് എതിർത്ത് പുച്ഛിച്ച് അവഹേളിച്ച് നിഷേധിച്ച് നിരാകരിച്ചിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കിയത്. അത് ഞാൻ സാന്ദർഭികമായിട്ട് അറിഞ്ഞുകൊണ്ട് പറയുകയാണ്. അങ്ങനെ ഒരു നെഗറ്റീവ് മാത്രമുള്ള മനുഷ്യന് ഞാൻ അയാളുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കൊടുത്ത് അയാളെ അറിയപ്പെടുന്നവനാക്കാനുള്ള തലവേദന എനിക്കെന്തോന്നിനാ? ഞാൻ അതിൻ്റെ ചുവട്ടിൽ എഴുതി. അയാളിങ്ങോട്ട് കമന്റ് പറഞ്ഞത് ആയിരക്കണക്കിന് ആൾക്കാർ വരുന്ന ജനങ്ങളുടെ എണ്ണം നോക്കിയിട്ടല്ല ആശയത്തിന്റെ ദൃഢതയും മഹത്വവും മനസ്സിലാക്കേണ്ടത് എന്ന്. അദ്ദേഹം അതിൽ ഉദ്ദേശിച്ചത് കുറേ കൂടുതൽ കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, യുക്തിവാദിയുടെ പരമാചാര്യനായ ജോസഫ് എടമറുകൻ നല്ലോണം എനിക്കറിയാവുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് 2-3 കാര്യങ്ങൾ യൂട്യൂബിൽ നേരത്തെ പറഞ്ഞിട്ടുമുണ്ട്. ആ പറഞ്ഞതിൽ ഒന്ന് ചുരുക്കി ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം. ഒരിക്കൽ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ നിന്റെ സായിബാബയെ കണ്ടു എന്നാണ്. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എൻ്റെ സായിബാബയല്ല, ഞാൻ അങ്ങോട്ട് പോവാറുമില്ല, അവിടെ പോയി നമസ്കരിക്കാറുമില്ല. അതിനുശേഷം ഒരു 2 പ്രാവശ്യം ഞാൻ അവിടെ പോയിട്ട് പ്രഭാഷണം നടത്തിയിരുന്നു. പ്രഭാഷണം നടത്തുന്നതിന് മുമ്പായതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ പോവാറുമില്ല, സായിബാബയെ നമസ്കരിക്കാറുമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ സായി സേവാസമിതിയിൽ ക്ലാസ് എടുക്കാറുണ്ട്. നിന്റെ സായിബാബയുടെ അടുത്തേക്ക് ഞാൻ പോയപ്പോഴത്തേക്കും അയാൾ ഇങ്ങനെ കാണിച്ച് എനിക്ക് ലഡ്ഡു ഉണ്ടാക്കി തന്നു. ഞാനും ഇങ്ങനെ കാണിച്ച് അയാൾക്ക് ഒരു ലഡ്ഡു ഉണ്ടാക്കി കൊടുത്തു എന്ന് ജോസഫ് എടമറുക് പറഞ്ഞു. ഇതിൽ നീ എന്ത് പറയുന്നു എന്ന് എന്നോട് ചോദിച്ചു. എന്നെ എടാ നീ എന്നാ വിളിക്കുക അദ്ദേഹം. നീ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. ഞാൻ എടമറുക് സാറിനോട് പറഞ്ഞു, സാറേ, വീക്ക് എന്ന വീക്കിലി മലയാള മനോരമ ക്രിസ്ത്യൻ വീക്കിലിയാണ്, അത് സാറ് വായിച്ചിട്ടുണ്ടോ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു വായിച്ചിട്ടുണ്ട്. സാമാന്യം നല്ല രീതിയിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഒരു വീക്കിലി ആയിരുന്നു, വാരികയായിരുന്നു അത്. ഇപ്പൊ അത് കാണാറില്ല, ഉണ്ടായിരിക്കും.
അതില് ഒരു കവർ സ്റ്റോറി വന്നിരുന്നു. ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞു, കവർ സ്റ്റോറി മുഴുവനും ലഡ്ഡുവിന്റെ ചിത്രമാണ്. ലഡ്ഡുവിന്റെ ചിത്രമാണ്. അത് സായിബാബയുടെ 80ാം ജന്മവാർഷികത്തിന് ഉണ്ടാക്കിയ ലഡ്ഡുവിന്റെ ചിത്രമാണ്. ഒരു ക്രിസ്ത്യൻ വാരികയായ സ്ഥിതിക്ക് അവർ എഴുതിയിരിക്കുന്നത് കുറേയൊക്കെ സത്യമാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിലെ ആർട്ടിക്കിളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. 1 കോടി ലഡ്ഡു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പുട്ടപർത്തിയിൽ സായിബാബയുടെ 80ാം ജന്മവാർഷികത്തിന്. ആ 1 കോടി ലഡ്ഡു ഓരോ ലഡ്ഡു വെച്ചിട്ടാണ് അവിടെ വന്നവർക്ക് കൊടുത്തത്. എല്ലാവർക്കും കിട്ടി, പാത്രത്തിൽ ബാക്കിയില്ല. അപ്പൊ അങ്ങക്ക് മനസ്സിലായോ എത്ര പേര് അവിടെ പുട്ടപർത്തിയിൽ 80ാം ജന്മവാർഷികത്തിന് വന്നിട്ടുണ്ടെന്ന്? അദ്ദേഹത്തിന് മനസ്സിലായി കാണും. 1 കോടി ജനത, ഏതാണ്ട് ഒരു 60 ലക്ഷം ഫോറിനേഴ്സും 40 ലക്ഷം ഇന്ത്യക്കാരും 80ാം ജന്മവാർഷികത്തിന് സായിബാബയുടെ പുട്ടപർത്തിയിൽ വന്നിരുന്നു എന്ന് വീക്ക് വായിച്ചാൽ മനസ്സിലാക്കാം. പോട്ടെ, 1 കോടിയില്ല, 50 ലക്ഷമേ ഉള്ളൂ എന്ന് വിചാരിക്കാം, അല്ല 50,000 ഉള്ളൂ എന്ന് വിചാരിക്കാം. എത്ര വേണമെങ്കിൽ കുറച്ചോളൂ. എന്നിട്ട് ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങയുടെ 80ാം ജന്മവാർഷികത്തിന് എത്ര പേര് വന്നു, എത്ര പേര് വരും? സായിബാബയുടെ ജന്മവാർഷികം ആരും ക്ഷണിച്ചിട്ട് ഇൻവിറ്റേഷൻ ഒന്നും കൊടുത്തിട്ടില്ല, അവർ പരസ്പരം ക്ഷണിച്ചതാ. അങ്ങയുടെ 80ാം ജന്മവാർഷികത്തിന് ആരെങ്കിലും ക്ഷണിച്ചാൽ തന്നെ എത്ര പേര് വരും? അദ്ദേഹം വളരെ ചിരിച്ചുകൊണ്ട് നീ എനിക്കിട്ട് വെച്ചു അല്ലേ എന്നൊരു കാഷ്വൽ കമന്റ് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനോട് കൂടുതൽ വാദിക്കാൻ നിന്നില്ല. നല്ല ആരാധ്യനായിട്ടുള്ള ഒരു വ്യക്തി. ഈ അനുയായികളെ ഉണ്ടാക്കുന്നതും പ്രഭാഷണം നടത്തുമ്പോൾ കേൾക്കാൻ ആൾക്കാർ വരുന്നതും വെറുതെ ഒന്ന് വിശകലനം ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും. 3 കാര്യത്തിനാണ് ആൾക്കാർ വരുന്നത്. 1, കാണാൻ വരുന്നു. 2, കാണാനും കേൾക്കാനുമായിട്ട് വരുന്നു. 3, കേൾക്കാനായിട്ട് വരുന്നു. കാണാൻ വരുന്നതിൽ ഗുണമുണ്ടോ ദോഷമുണ്ട്? കാണാനും കേൾക്കാനും വരുന്നതിലും ഗുണമുണ്ടോ ദോഷമുണ്ട്? കേൾക്കാൻ വരുന്നതിലും ഗുണമുണ്ടോ ദോഷമുണ്ട്? എല്ലാത്തിലുള്ള ഇതിലുണ്ട്. ഈ കാണാൻ വരുന്നതിൽ ഒരു കാഴ്ചയാണ് തൃശ്ശൂർ പൂരം കാണാം, വെടിക്കെട്ട് കാണാം. അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്രയോജനമില്ല. പക്ഷെ വേറെ ചിലത് കാണാൻ പോകാറുണ്ട്. നയാഗ്ര വെള്ളച്ചാട്ടം ഞാൻ കാണാൻ പോയി. ഞാൻ കൈലാസ പർവ്വതത്തിലേക്ക്, കൈലാസത്തിലേക്ക് പ്രദക്ഷിണം വയ്ക്കാൻ പോയി. അമർനാഥിലേക്ക് പോയി. അതൊരു വലിയ ദിവ്യമായ അനുഭവമായിരുന്നു ആ കാഴ്ച. അപ്പൊ കാണാനായിട്ട് ചില വ്യക്തികളെ കാണാൻ പോകും, ചില സ്ഥാപനങ്ങളെ കാണാൻ പോകും, ചില പ്രദേശം കാണാൻ പോകും, ചില മലകൾ കാണാൻ പോകും, ചിലപ്പോൾ ഗംഗോത്രിയിലേക്ക് പോകും, യമുനോത്രിയിലേക്ക് പോകും. ഈ കാഴ്ചയിൽ ധന്യമായിട്ടുള്ള ഒരു അനുഭവമുണ്ട്. കാണാനും കേൾക്കാനുമായിട്ട് പോകുന്നവരുണ്ട്. ശങ്കരാഭരണം സിനിമ വിജയിക്കുമെന്ന് വിചാരിച്ചില്ല. കാണാനും കേൾക്കാനുമായിട്ട് പോയവരാണ് ശങ്കരാഭരണം സിനിമയെ വിജയിപ്പിച്ചത്. കമലഹാസന്റെ സാഗര സംഗമം എന്നത് പ്രതീക്ഷിക്കാത്ത അത്രയും വൻ വിജയമായിരുന്നു. അത് വിജയിപ്പിച്ചത് കാണാനും കേൾക്കാനും പോയവരുടെ എണ്ണം കൂടിയത് കൊണ്ടാണ്. കൈലാസത്തിലേക്ക് ഇന്നും ആൾക്കാർ പോകുന്നത് കൊണ്ടാണ് കൈലാസത്തിലേക്കുള്ള ആപ്ലിക്കേഷന്റെ എണ്ണം കൂടി വരുന്നത്. കാണാൻ വേണ്ടി മാത്രം പോകുന്നവരുടെ എണ്ണം കൂടുതലാണ്. പലതിനും കാണാൻ വേണ്ടി മാത്രം പോകുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ആ എണ്ണം അനുസരിച്ചിട്ടാണ് ആ കാഴ്ചയുടെ മഹത്വം പലപ്പോഴും തീരുമാനിക്കുക. കാണാനും കേൾക്കാനും വരുന്നവരുടെ എണ്ണം അനുസരിച്ചിട്ടാണ് അതിന്റെ വിജയം. ബാഹുബലി എന്ന സിനിമ വൻ വിജയമായിരുന്നു. തിരുവനന്തപുരത്തായിരുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ടായിരുന്നത്. ആ കളക്ഷൻ വന്നത് കാണാനും കേൾക്കാനും വന്നവരുടെ എണ്ണം കൂടിയത് കൊണ്ടാണ്. കേൾക്കാൻ വരുന്നവരുടെ, യേശുദാസിന്റെ ഒരു CD ഇന്ന് 100 രൂപയ്ക്കോ 150 രൂപയ്ക്കോ കിട്ടും. പക്ഷെ യേശുദാസ് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഈ കനകക്കുന്ന് പാലസിൽ വന്നിട്ട് ഒന്ന് പാടിയാല് ഈ CD-ക്ക് 100 രൂപയേ ഉള്ളൂ. യേശുദാസിന്റെ പാട്ട് കേൾക്കാൻ 1000 രൂപ ചെലവഴിച്ച് കുത്തി നിന്ന് കേൾക്കാൻ ആൾക്കാർ വരും. എന്തേ കാരണം? അതിന്റെ മഹത്വമുണ്ട്. യേശുദാസിന്റെ സംഗീത കച്ചേരി വൻ വിജയമാകുന്നത് ആൾക്കാരുടെ എണ്ണം നോക്കിയിട്ടാണ്. കമലഹാസന്റെ സാഗര സംഗമം വൻ വിജയമായപ്പോൾ ദശാവതാരം പൊട്ടി പാളീസായി. എത്ര കോടി രൂപയുടെ നഷ്ടമാണ് അദ്ദേഹത്തിനുണ്ടായത്. എന്തേ ആദ്യം ലാഭമായി മറ്റേത് നഷ്ടമായി? കേൾക്കാനും കാണാനും വരുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞതുകൊണ്ടാണ്. ഗോപാലകൃഷ്ണന്റെ പ്രഭാഷണത്തിൽ ആയിരക്കണക്കിന് വ്യക്തികൾ വരുന്നു എന്ന് യുക്തിവാദിയുടെ പരമാചാര്യൻ പറയുകയും എന്റെ പ്രഭാഷണത്തിൽ 27 പേരെ വന്നുള്ളൂ എന്ന്
കരയുകയും അതേ വ്യക്തി അത് പറഞ്ഞത് യൂട്യൂബിൽ അയാൾ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തേ 27 പേരെ വന്നുള്ളൂ, എന്തുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ ഗോപാലകൃഷ്ണന് വരുന്നു? അത് 5 മിനിറ്റ് ഗോപാലകൃഷ്ണന്റെ മുഖം കാണാനല്ല, അത് 2 മണിക്കൂറോ 2.5 മണിക്കൂറോ കേൾക്കാനാണ്. ഒന്ന് കേട്ടത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല, പറഞ്ഞത് തന്നെയാണ് കഴിഞ്ഞ 2000 കൊല്ലമായിട്ട് പറയുന്നതെന്നും ഇത് പറഞ്ഞതിനെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് പറയുന്നതെന്നും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ആൾക്കാർ കൂടുന്നത്. അങ്ങനെ 27 പേര് കേൾക്കാൻ വരുന്ന വ്യക്തി പറയുന്ന ഓരോ കാര്യങ്ങൾക്കും പട്ടി കുറയ്ക്കുന്ന മാതിരി ഞാൻ തിരിച്ചു കുറയ്ക്കാനായിട്ട് നിൽക്കണോ? ആവശ്യമില്ലല്ലോ. അങ്ങനെ ഓരോരുത്തർക്കും ഒരു കുര കഴിഞ്ഞ് അടുത്ത കുര കഴിഞ്ഞ് അടുത്ത കുര, കടലിലെ തിരമാലകൾ വരെ ഒന്നിനുത്തരം കിട്ടിയാൽ അടുത്ത ചോദ്യം ചോദിക്കും. ഡിസ്റ്റോർട്ട് ചെയ്തും വ്യംഗ്യമായിട്ടും വക്രമായിട്ടും വികൃതമായിട്ടുള്ള പേരുകളൊക്കെ പല രീതിയിലൊക്കെ ഉപയോഗിച്ചുമൊക്കെ ചിലതൊക്കെ പറയുന്നതിന് ഉത്തരവ് കൊടുക്കാൻ ഞാൻ നിൽക്കണോ? അത്രയും മഹാരഥന്മാരൊന്നുമല്ല ഇവര്. സമൂഹം പൂർണ്ണമായിട്ടും തിരസ്കരിച്ച് കാണാനും കേൾക്കാനും ആരും വരാത്ത വ്യക്തികളെ കാണാനും കേൾക്കാനുമുള്ള വ്യക്തികളാക്കി മാറ്റേണ്ട പ്രാരബ്ധം ഞാൻ ഏറ്റെടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ പറയുന്നു, ഏത് യുക്തിവാദിക്കും അയാളോടോ യൂട്യൂബിലൂടെയോ ഉത്തരം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കില്ല. അത് പറയാൻ കാരണം ഇന്നലെ ശക്തമായിട്ടുള്ള ഒരാളൊരു കമന്റ് പറഞ്ഞത് കൊണ്ടാണ്. 2-3 പേര് പറയാറുണ്ട്, ഞാൻ കൊടുക്കുന്നില്ല. പക്ഷെ ഇവർക്കുള്ള എല്ലാ ഉത്തരവും പ്രിന്റഡ് നോട്ടുകളായിട്ട് അക്കാഡമി ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് ആൻഡ് റിസർച്ച്, അക്കാഡമി ഫോർ ഹെറിറ്റേജ് റിസർച്ച് ആൻഡ് സ്റ്റഡീസ് AHRSന് 20, 25, 50 നോട്ടുകളായിട്ട് പ്രിന്റ് ചെയ്തിട്ട് 10,000 കണക്കിന് വിതരണം ചെയ്യുന്നുണ്ട്. 10,000 കണക്കിന് വ്യക്തികളുടെ മുമ്പിൽ ഇതിന്റെ എല്ലാത്തിന്റെയും ഉത്തരം കൊടുക്കാറുണ്ട്. അത് 4 ചുമരുകൾക്കകത്തല്ല, വിസ്തൃതമായിട്ടുള്ള ഗ്രൗണ്ടിലാണ്. ആർക്കും എതിർക്കാനും ചോദ്യം ചെയ്യാനും സ്വാതന്ത്ര്യമുള്ള പ്രദേശത്താണ് അത് ചെയ്യാറുള്ളത്. ഇനിയും അത് ചെയ്യും. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ പപ്പീസ് വിൽ ബി ബാർക്കിംഗ്, പട്ടിക്കുഞ്ഞുങ്ങൾ കുരച്ചു എന്ന് പറഞ്ഞിട്ട് സിംഹമോ സിംഹത്തെ പോലെയുള്ള മൃഗങ്ങളോ അത്ര ചങ്കൂറ്റമുള്ളവരോ ഒന്നും അതിന് മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് മറുപടി കൊടുക്കാത്തത്. യുക്തിവാദം നല്ലതാണ്, പക്ഷെ ഇവിടെ ഉള്ളത് യുക്തിവാദമല്ല, അതൊരു തരം വാദരോഗമാണ്. യുക്തിവാദ രോഗം ജീവിതത്തിൽ ഒരിക്കലും മാറാത്ത കുറെ പേരുണ്ടെങ്കിൽ ഈ പാർട്ടീസാണ്. ഞാൻ വിചാരിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ പറയുന്നത്, ഞാൻ ചെയ്യുന്നത് മാത്രം ശരി എന്ന് പറയുകയും ഹൈന്ദവ ജനതയെ മാത്രം അവഹേളിക്കുകയും ശബരിമലയില് മൂകൻ സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അനലൈസ് ചെയ്യാൻ പോയവൻ പുത്തരിക്കണ്ടത്ത് വന്നിട്ട് മുടന്തൻ നടക്കുന്നു, ചെകിടൻ കേൾക്കുന്നു, മൂകൻ സംസാരിക്കുന്നു എന്നുള്ള സ്ഥലത്ത് വന്നിരുന്നെങ്കിൽ കുറെ മാസീവായിട്ട് കിട്ടുമായിരുന്നു യുക്തിവാദിക്ക് എതിർക്കാൻ. പക്ഷെ ക്രിസ്ത്യാനിയുടെ പൈസ കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ യുക്തിവാദിക്ക് അവരെ എതിർക്കാൻ പറ്റുമോ? പിന്നെ മുസ്ലിമിനെ എതിർക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ വല്ലതൊക്കെ സംഭവിച്ചു എന്ന് വരും. അതുകൊണ്ട് പാവപ്പെട്ട കഴുതയെ തല്ലാം, അതിൻ്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ വെക്കാൻ, അല്ലെങ്കിൽ ചെറിയ ചെറിയ മൃഗത്തിനെ കൈകാര്യം ചെയ്യാം. അങ്ങനെ ഹിന്ദുവിനെയോ ജന്തുവിനെയോ ഒക്കെ വിമർശിക്കാം, എല്ലാവരും പ്രതികരിക്കില്ല. കുറേയൊക്കെ കേട്ട് വളർന്ന ഒരു ധർമ്മമാണ് ഹിന്ദു ധർമ്മം. അതുകൊണ്ട് ഇതുമാതിരിയുള്ള ഉറുക്കന്മാരുടെയോ ചെന്നായ്ക്കളുടെയോ അതുപോലെ തന്നെ കഴുതപ്പുലിയുടെയോ ശബ്ദം കേട്ടിട്ടൊന്നും വരയ്ക്കുന്ന ഒരു ധർമ്മമൊന്നുമല്ല ഹിന്ദു ധർമ്മം. അതിന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ വിഷയത്തിൽ കുറെ അധികം പഠിച്ച വ്യക്തി മറുപടി കൊടുക്കേണ്ട കാര്യവുമില്ലെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രണാമം, നമസ്കാരം.